വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും പ്രതികളാണ്. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ് കുമാർ, കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായും പറയുന്നത്? കേസിൽ പ്രതികളായ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 4 ആരോഗ്യ പ്രവർത്തകരെ പ്രതികളാക്കി ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരാണ് കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗുരുതരമായ വൈദ്യശാസ്ത്ര രംഗത്തെ പിഴവ് അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് പ്രകാരം 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതിയിലെ വിചാരണ നടപടികൾ ഇനി വൈകാതെ ആരംഭിക്കുമെന്നാണ് കരുതാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി ഈ നഷ്ടപരിഹാരം, ഈ ശസ്ത്രക്രിയ നടന്നതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും ഉള്ള നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഹസീന അറിയിച്ചിട്ടുണ്ട്. നേരത്തെ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ഈ കേസിൽ ഹസീനയ്ക്ക് നൽകാൻ സർക്കാർ ഉത്തരവായിരുന്നു. എന്നാൽ ആ തുക തനിക്ക് വേണ്ട, 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് ഹസീന ഉന്നയിക്കുന്നത്. ഇതിന്റെ കേസ് തടസ്സത്തിനായി ജനങ്ങളിൽ നിന്ന് പിരിവെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. 2017 നവംബർ 30-നാണ് ഹസീനയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടന്നത്. കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ പ്രസവത്തിലാണ് ഹസീനയുടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയത്. 2017 നവംബർ 30-ന് ശസ്ത്രക്രിയ നടന്നതിനു ശേഷം കടുത്ത വയറുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ ചികിത്സ തരികയും ചെയ്തു. ഇതിനുശേഷമാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തുകയും പിന്നീട് ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക മാറ്റുകയും ചെയ്തത്. നേരത്തെ നടത്തിയ 2 പ്രസവ ശസ്ത്രക്രിയ സമയത്തും ഹസീനയ്ക്ക് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ആ സമയത്ത് കത്രികയുടെ സാന്നിധ്യം വയറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കത്രികയാണ് ഉള്ളിൽ കുടുങ്ങിയതെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഈ കത്രിക പുറത്തെടുത്തതിനു ശേഷമാണ് ഹസീന പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തത്. നേരത്തെ ഹസീനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് 2 സംഘങ്ങളെ വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഈ കത്രിക ആരുടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഇതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകി മെഡിക്കൽ കോളേജ് പഠിക്കൽ സത്യാഗ്രഹം നടത്തുകയും പിന്നീട് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് വരെ സമരം നടത്തുകയും ഹസീന ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ആരോഗ്യ പ്രവർത്തകരെ പ്രതികളാക്കി കേസ് പരിശോധിക്കുകയും പിന്നീട് പ്രോസിക്യൂഷനുള്ള അനുമതി സർക്കാർ നൽകുകയും ചെയ്തത്. അനീഷ് കുമാർ, 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് പ്രതികളായിട്ടുള്ളത് കേസിൽ. ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ ഹസീനയുടെ പരാതിക്കാരുടെ ഒരു തീരുമാനം? തീർച്ചയായും 2 പേർക്കെതിരെയാണ്, അല്ലെങ്കിൽ 4 ആരോഗ്യ പ്രവർത്തകരാണ് ഇതിൽ പ്രതികളായിരിക്കുന്നത്. ഇതിൽ 2 പേര് ഡോക്ടർമാരാണ്, 2 പേർ നഴ്സുമാരുമാണ്. ഇവർക്ക് കൃത്യമായ പങ്ക്, അല്ലെങ്കിൽ ഇവരറിയാതെ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങില്ല എന്ന് തന്നെയാണ് ഹസീന വാദിച്ചിരുന്നത്. എന്നാൽ ഇതിൽ കുറ്റവാളി ആര്, അല്ലെങ്കിൽ ആരാണ് ഈ വയറ്റിനുള്ളിൽ ഈ കത്രിക കുടുങ്ങിയതിന്റെ പിന്നിലെ കാരണക്കാർ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ആവർത്തിച്ച് ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിനുശേഷമാണ് പിന്നീട് പോലീസ് ഈ കേസെടുക്കുകയും കത്രിക അടക്കം വിശദമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കത്രിക തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കുറ്റപത്രം സമർപ്പിക്കാനിരുന്നത്. അതിനുശേഷം ആദ്യം തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ആരോഗ്യ പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അവരെ ജാമ്യത്തിൽ വിടുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് സർക്കാരിൽ നിന്നും പ്രോസിക്യൂഷനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമുള്ള വകുപ്പാണ് ഇവർക്കെതിരെ ഈ 4 ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ സമയം റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. വിശദാംശങ്ങളായിരുന്നു MS അനീഷ് കുമാർ നൽകിയത്. വയനാട്